അതിനകത്തൊരു വേസ്റ്റ് ബാസ്ക്കറ്റ്. അവിടെ ഉണ്ട് ചട്ടുകമൊക്കെ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇന്ന് പള്ളിയിലൊന്നും പോയില്ല. ചായ ഇട്ടു, ബ്രെഡൊക്കെ കഴിച്ചു, ഒരു മുട്ട വറുത്ത് കഴിച്ചു. ഇനിയിപ്പം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മുടെ അവിടെ അമ്മ താമസിക്കുന്നിടത്തൊരു മരണമുണ്ട്. അപ്പോൾ അവിടെ വരെ പോവാണ്. എന്തോ ടാറ്റ പോവാണ്. കുഞ്ഞോ വന്നു, ജാനിക്കുട്ടി വന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അടക്കം 2 മണിക്ക് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ബോഡി കൊണ്ടുവന്നൊന്ന് കണ്ടിട്ട് വരാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോവാണ്. പോയിച്ചു അത് സൈക്കിളിൻ്റെ പമ്പ്. വണ്ടിയെ കയറിക്കാട്ടെ, നമുക്ക് പോയിട്ട് വരാം. കൂട്ടാ കുഞ്ഞിനെ വാക്കുണ്ടാക്കുവാണോ? ഇത് വേണ്ട മോനെ വാ വെക്കാതെ. നമ്മുടെ അമ്മക്കളെയും മുത്തുമണിയും കൂടി എന്തോ പണിയാ. മോനുമണി ഇവിടെ ഉണ്ട്. നമ്മൾ മരിച്ചെടുത്തൊക്കെ ഒന്ന് പോയി. ജാനിക്കുട്ടിയും കുഞ്ഞോനും മാമിയും കൂക്കും കൂടെ വന്നത് അവിടുന്ന്. പിന്നെ കുക്കുവിൻ്റെ കൂടെ പഠിച്ചതാണ് അവിടുത്തെ മൂത്ത ആള്. ഞങ്ങൾ പോയി. 2 മണിക്കാണ് ചടങ്ങൊക്കെ തുടങ്ങുന്നത്. നമ്മൾ പോയി ബോഡി കണ്ടിട്ടിങ്ങ് പോരുന്നു. അവരങ്ങ് പോയി, ഞങ്ങൾ ഇങ്ങോട്ടും പോരുന്നു. കുളിയും ജപമൊക്കെ കഴിഞ്ഞു. കഴുകാനുള്ള തുണികളെല്ലാം കൊണ്ട് വാഷിംഗ് മെഷീനകത്തൊട്ടിട്ടു. അപ്പോൾ ചെന്നപ്പോൾ അവിടുന്ന് അമ്മമ്മയുടെ അടുക്കൽ ഇവർ ചക്കയും കടുമാങ്ങയൊക്കെ കഴിച്ച് അവരെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച്. എനിക്കപ്പോൾ കഴിക്കണമെന്ന് തോന്നിയില്ല. ഞാൻ രാവിലെ ബ്രെഡ് കഴിച്ചു, മുട്ട പൊരിച്ച് കഴിച്ചു. അതുകൊണ്ട് അത്ര വിശപ്പൊന്നും ഇല്ലായിരുന്നു. പിന്നെ അമ്മ തേയിലവെള്ളം ഇട്ടു തന്നു, അതൊക്കെ കുടിച്ചുകൊണ്ട് ഞാൻ കഴിച്ചില്ല, അവർ കഴിച്ചു. ഇപ്പം എനിക്ക് വിശക്കുന്നു. ഞാൻ വന്നു, എന്താ പറയുന്നത്, മുറ്റമൊക്കെ ഒന്ന് തൂത്തു. കുറച്ച് ഭാഗം കരിയില വീണ് കിടക്കും. ഇവിടെ ഒന്നും തൂത്തതുമില്ല. ഇന്നലത്തെ ആ കാറ്റും മഴ ഇവിടെ എല്ലാം കരിയിലാണ്. ഇവിടെ പ്ലാവിൻ്റെ ഇലയാണ് വീണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി പാടാ. അത് ഞാൻ തൂത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസം കൊണ്ടുള്ള കാലിന് വേദനയാണ്. കുറച്ച് പേര് എന്നോട് പറഞ്ഞു യൂറിക് ആസിഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ. ഇനിയും നാളെ കുറച്ച് തിരക്കും ഒക്കെ ഉണ്ട്. നോക്കട്ടെ, ഇടയ്ക്ക് പറ്റുമെങ്കിൽ പോയി നോക്കാൻ, ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കണം. പിന്നെ തുണികളും എല്ലാം കഴുകാനുള്ളതെല്ലാം എടുത്തിട്ടു. കുറച്ച് തുണികൾ വെളിയിൽ കിടന്നതൊക്കെ കഴുകി ഉണക്കിയതൊക്കെ പെറുക്കിക്കൊണ്ടിട്ടു. പിന്നെ കുളിച്ചു. ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇച്ചിരി കഴിക്കാൻ. പിന്നെ കൂട്ടാനൊന്നും വെച്ചില്ല. ഇച്ചിരി കോവയ്ക്ക മെഴുക്കുവരട്ടിയും അച്ചാറും ബീട്രൂട്ട് അച്ചാറും കൂട്ടി ചോറിനാം എന്ന് വിചാരിച്ച് ഞാൻ ചോറൊക്കെ ചൂടാക്കി. അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കഴിക്കട്ടെ പ്രിയങ്ങളെ. ഇപ്പോൾ സമയം 1 മണിയൊക്കെ ആയി. ഇന്നലെ ചേച്ചി തന്ന ചക്ക എടുത്തില്ല, ഞാൻ ഫ്രീസറിനകത്ത് വെച്ചേക്കുന്നതേ ഉള്ളൂ. നാളെ മീൻ വല്ലതും മേടിച്ചുകൊണ്ട് വന്നിട്ട് നാളെ നമുക്ക് രാത്രി ചക്ക വേവിക്കാം, മീനും കറി വയ്ക്കാം എന്ന് വിചാരിച്ചു. ഇന്നിനിയിപ്പം അത്താഴത്തിന് കുറച്ച് ചിക്കൻ, അന്നത്തെ ചിക്കനാണ്. കാല് മോനിക്കുട്ടൻ കിടന്ന് ചോദിച്ചില്ലേ, അത് ഇരിപ്പുണ്ട്. അത് ഒന്ന് റോസ്റ്റ് ചെയ്ത് അവർക്ക് രാത്രിയിൽ അതാക്കാം എന്ന് വിചാരിച്ചു. ചോറിരിപ്പുണ്ട്, പുട്ടുണ്ട്. അതൊക്കെ അങ്ങ് രാത്രിയിലത്തേടെ അങ്ങ് ഓടും. പിന്നെ എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ ഇച്ചിരി ചോറിട്ടിട്ട് എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, ഒന്ന് വിശ്രമിക്കണം. പിന്നെ ഈ പറയുന്ന പോലെ എന്തോ ഒരു പ്രശ്നം എനിക്കുണ്ട് കേട്ടോ. എൻ്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. പനിയാണോ വേറെ എന്തെങ്കിലും വയ്യാഴിയാണോ എന്നൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. എന്തോ ഗുളികയുടെ ഒരു ഇതുകൊണ്ടാണ്. നടുവിന് വേദന ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് തോന്നാറുണ്ട്, ഉണ്ടെന്ന്. കാലിൻ്റെ വേദന മെയിനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെന്താണ്, വല്ലതും കഴിക്കട്ടെ, കഴിച്ചിട്ട് കുറച്ച് നേരം കിടക്കാം. രാത്രി വൈകിട്ട് മഴയുണ്ടെന്ന് തോന്നുന്നു, നല്ല ചൂടുണ്ട്. അപ്പം
കിടക്കട്ടെ കുറച്ചു നേരം. കഴിക്കട്ടെ. രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞോണ്ട് ഇരിക്കുവാണ്. ഉരുള വേണമെന്ന് ചോദിക്കാം, വേണമെങ്കിൽ കൊടുക്കാം. ഇച്ചിരി തൈരും എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് അച്ചാറും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും എടുത്തിട്ടുണ്ട് ഉച്ചയ്ക്കിൽ കഴിക്കാൻ. ഒരു ഉരുള വേണോ? ഒരു ഉരുള വേണോ? ഉരുള വേണോ? ഉരുള വേണോ? കഴിച്ചു. പാത്രമൊക്കെ കഴുകി. ഉണങ്ങിയ തുണികൾ ഒരുകുന്നു കൊണ്ടിട്ടിട്ടുണ്ട്. മടക്കി വെക്കാനുള്ളതാണ്. മടക്കിയില്ല. തൽക്കാലം ഒന്ന് കിടക്കട്ടെ. വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. നോക്കട്ടെ, അല്ല ചിലപ്പോൾ ഉറങ്ങിപ്പോവും. നോക്കാം. കുഞ്ഞ് ഈ സൈഡിൽ കൊച്ചു തുണികൾ വിരിക്കണേ. അവിടെ വലിയത് വിരിക്കും. ഇതെങ്ങനെ ബെന്നിനിട്ടേക്കെന്ന് നോക്കിയാ മുത്തേ. ഊരി തിരിച്ചിടറാ. കാപ്പിയിടാം. മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ അതാണ്ട് തെളിഞ്ഞു നിൽക്കുന്നു. മഴയില്ല. ടി വി വെച്ചോട്ടെ. അമ്മയുടെ അനുവാദം ഇല്ലാതെ എനിക്ക് റിമോട്ട് കിട്ടില്ല. കിടക്കുമായിരുന്നു പ്രിയങ്ങളെ. ഉറങ്ങാനൊന്നും പറ്റിയില്ല. വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉറക്കം വന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വീഡിയോ എഡിറ്റ് ചെയ്യാതെ ഉറങ്ങിയാൽ എല്ലാം തതേവയാകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കഷ്ടപ്പെട്ട് കണ്ണും ഇങ്ങനെ ബലം പിടിച്ച് തുറന്ന് വെച്ചിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത്. അത് കഴിഞ്ഞപ്പോൾ ആ ഉറക്കം അങ്ങ് പോയി. പിന്നെ കുറേ പേർക്ക് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറച്ച് സമയം അവിടെ കിടന്നു. പിന്നെ എഴുന്നേറ്റ് കാപ്പി ഇട്ടു. കാപ്പിയുടെ കൂടെ കഴിക്കാൻ ഞാൻ വേണ്ട ഈ ഒരു സാധനത്തിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് കടലമാവ് വെച്ചുണ്ടാക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസം ഒരു പാക്കറ്റ് വാങ്ങിച്ചത്. ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കാറുള്ളതാണ്. ഇപ്പോൾ ഒത്തിരി നാളായി. പിന്നെ അല്ലേ കാപ്പി ഇട്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റ് ഇടണം കേട്ടോ. ഇതിൻ്റെ മധുരം ഉള്ളതൊക്കെ നേരത്തെ മേടിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ മധുരം വേണ്ട. ഇത് വലിയ കട്ടിയില്ല ഉണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങിച്ചതാണ്. പല്ല് വയ്യാതായണൊക്കെ ഇതൊക്കെ എനിക്ക് അന്യം നിന്ന് പോയി. കഴിക്കട്ടെ കേട്ടോ. എന്താ പൊന്നോ ഉണ്ടാക്കിയതല്ല ഇത്. എനിക്ക് കിൻഡർ ജോയ്ക്കകത്ത് പാറ്റ. അങ്ങനെ മീമുള്ളു വാലേ കയറിയത്. അവിടെ കിടക്കുകയായിരുന്നു. ഓടണ്ട ഓടണ്ട. നാട്ടുമാവിലെ മാങ്ങ. സൂപ്പർ സൂപ്പർ മാങ്ങ. ബാബാ ശബ്ദാകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാനം. എല്ലാരും മാമിയുടെ മോനിക്കുട്ടനെ കണ്ടോളൂ. മാത്രമല്ല അതിന്റെ അകത്ത് വേറൊരാളൂടെ ഉണ്ട് കേട്ടോ. രണ്ടാൾക്കാരുണ്ട്. വേറൊരാളെ നമ്മൾ കാണുന്നു. ഞാൻ കളിക്കാൻ ഞാൻ ഇടിക്കും ചേച്ചി.
എടി കൊച്ച ഇതൊക്കെ എന്തിനാ അടി? എവിടുന്ന അടി? ഇല്ലാത്ത തൊല്ല മൊത്തം ഉണ്ട്. ആ നല്ല സാധനം. മോനെ അച്ചാച്ചനെ വിളിച്ചേ കഴിക്കാൻ പറ. അവന് ഇച്ചിരി ചമ്മന്തി ഇവിടെ. അവന് കുറെ ദിവസം രാവിലെ ഒതുക്കാറ്. ചോറുണ്ണാം പ്രിയങ്ങളെ. ഇന്ന് മാമി വീട്ടിൽ നിന്നാണ് ചോറ്. ഈ ജാനിക്കുട്ടി എന്നെ ഇവിടെ എത്തിച്ച് വിളിച്ച് ഞാൻ നാളെ വരാന്ന് പറഞ്ഞിട്ട് ജാനിക്കുട്ടി സമ്മതിക്കത്തില്ല. ചമ്മന്തി, കടുക് മാങ്ങ. അച്ചാച്ചൻ വരാനിരിക്കുക. ഇനി വന്നു. മാമി തന്നതാണ് മാങ്ങ, നാടൻ മാങ്ങ, പഴുത്ത മാങ്ങ കേട്ടോ. നമ്മളിങ്ങനെ പുളി കഴിക്കുന്ന അല്ല, ഇങ്ങനെ കടിച്ച് ഇങ്ങനെ കഴിക്കത്തില്ല, അങ്ങനത്തേതാട്ടോ. പിന്നെ വൈകിട്ട് ഞാൻ ചായയും കുടിച്ചോണ്ട് അവിടെ ഇരുന്നതാണ്. ജാനിക്കുട്ടി മാമിയുടെ കൂടെ തന്നെ വിളിച്ച് വാവാന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആവുന്ന പറഞ്ഞ് ഞാൻ വരുന്നില്ല, മാമി നാളെ വരാം, നാളെ കുഞ്ഞോടെ പിറന്നാളാണ്, അപ്പൊ അതിന് വരാന്ന് പറഞ്ഞിട്ട് അവള് സമ്മതിക്കത്തില്ല. പിന്നെ മുത്ത എന്നെ കിടന്ന് വഴക്ക് പറയാം, അമ്മ ഇത്രയും വിളിച്ചിട്ട് അമ്മ എന്താ ചെല്ലാത്ത. പിന്നെ അവിടെ വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയിട്ട് ഇപ്പോഴാണ് വന്ന് കയറിയത്. കുഞ്ഞുവാണെ ഭയങ്കര കരച്ചില്ല. ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നതാണ്. വേറെ ഉടുപ്പിട്ട് തരാമെന്ന് പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞ് അകത്തോട്ട് വിളിച്ചോണ്ട് പോയി. ആ സമയത്ത് ഞങ്ങൾ ഓടിപ്പോന്നതാണ്. പിന്നെ ഇനിയിപ്പം കുറച്ച് ചായ ഇട്ട പാത്രം പോലും കഴുകാതാ പോയത്. പോയിട്ട് എളുപ്പം വരാമെന്ന് കണ്ടുകൊണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെച്ച് മേലൊക്കെ ഒന്ന് കഴുകി വീഡിയോ ഇടാനുണ്ട്. എന്നിട്ട് ചാച്ചാൻ പോവാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരോടും സ്നേഹം, സന്തോഷം. നാളെ കാണാം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബൈ ബൈ, സീ യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.